എങ്ങനെയാണ് ലാംഗ്വേജിങ്ങിനെ മറികടക്കാൻ പറ്റുന്നതെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടെ നോക്കാൻ പോകുന്നത്. ഇതിൽ ഒന്നാമത്തെ പടി എന്ന് പറയുന്നത് തന്നെ റീകണക്ട് ചെയ്യുക എന്നുള്ളതാണ്. റീകണക്ട് വിത്ത് മീനിങ്. നിങ്ങളോട് തന്നെ ചോദിക്കുക, എന്താണ് എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നത്? ഈ ഒരാഴ്ചയിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താൽ ഞാൻ ഹാപ്പി ആയിട്ടിരിക്കും? എന്തൊക്കെ ചെറിയ ലക്ഷ്യങ്ങൾ എനിക്ക് വെക്കാനായിട്ട് പറ്റും? എന്തെങ്കിലും ഒരു പുതിയ സ്കില്ല് പഠിക്കുന്നതോ, ഇല്ലെങ്കിൽ മറ്റാരെങ്കിലും ഹെൽപ്പ് ചെയ്യുന്നതോ, ഇല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നതോ ഒക്കെ ആവാം. രണ്ടാമതായിട്ട് ചെറുതായിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കുക. നിങ്ങളൊരു മോട്ടിവേഷനായിട്ട് നിൽക്കേണ്ട. ഇപ്പം നമുക്കെല്ലാവർക്കും തോന്നുമായിരിക്കും, ഒരു ടൈം വരട്ടെ, ആ ഒരു ടൈം വന്നു കഴിയുമ്പോഴത്തേനും നമുക്ക് തുടങ്ങാം. അങ്ങനെയല്ല. ഇപ്പോൾ ഒരു ഫുൾ ബുക്ക് വായിക്കാനായിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ ബുക്കിൻ്റെ 2 പേജ് വായിച്ച് തുടങ്ങാം. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ബിൽഡ് ജെന്യുവൻ സോഷ്യൽ കണക്ഷൻസ് എന്നുള്ളതാണ്. ലാംഗ്വേജിങ്ങിനെ പറ്റിയിട്ട് നമ്മൾ നോക്കുമ്പോൾ തന്നെ നമ്മൾ ഐസൊലേറ്റഡ് ആവുന്നിടത്ത് തന്നെ ലാംഗ്വേജിങ് കണ്ടമാനം കൂടി വരും. നമ്മുടെ വീട്ടിലുള്ള ആളുകളോടൊപ്പം ഒരു പക്ഷെ നമുക്കൊരു ട്രിപ്പിന് പോകാം, അവരോട് കൂടുതൽ സംസാരിക്കാം. നല്ല സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവരുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യാം. ഒരു പ്രത്യേക ക്ലബ്ബുമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹോബി ഗ്രൂപ്പായിട്ടോ നിങ്ങൾക്ക് സമയം ചെലവഴിക്കാം. നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് എക്സ്പീരിയൻസ് ദ ഫ്ലോ. ഇപ്പോൾ നമ്മളൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേനും നമ്മൾ ആ കാര്യത്തിൽ ലയിച്ചു പോകുന്നൊരവസ്ഥ ഉണ്ടാവാറില്ല. ഓരോ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ആ ഫ്ലോ വ്യത്യസ്തമായിരിക്കും. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം പെയിൻറ്റിങ് ആയിരിക്കാം. ചില ആളുകളോട് ബന്ധപ്പെട്ട് സ്പോർട്സ് പരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ എൻഗേജ് ചെയ്യുമ്പോഴായിരിക്കും അവർക്ക് ആ ഫ്ലോ കണ്ടെത്താൻ പറ്റുന്നത്. എന്തൊക്കെ തന്നെയാണെങ്കിലും ആ ഫ്ലോ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നിടത്ത് ഒരു മെൻ്റൽ സ്റ്റാഗ്നേഷൻ അവിടെ കുറയും. ഇനി റെഗുലറായിട്ടുള്ള എക്സസൈസാണ്. റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുമ്പോൾ എൻഡോർഫിൻസ് നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടും. നമ്മുടെ കോൺസെൻട്രേഷൻ കൂട്ടുകയും നമ്മുടെ മൂഡ് ഇമ്പ്രൂവ് ചെയ്യുകയും നമ്മുടെ സ്ലീപ്പ് ഇമ്പ്രൂവ് ഒക്കെ ചെയ്യും. ഇനി ഒരു പോയിന്റ് എന്ന് പറയുന്നത് മൈൻഡ്ഫുൾനെസ് ആണ്. നമ്മൾ പ്രസൻറ്റിലായിരിക്കാനായിട്ട് മൈൻഡ്ഫുൾനെസ് എക്സസൈസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതിന് നമുക്ക് ബ്രീത്തിങ് എക്സസൈസോ ഇല്ലെങ്കിൽ മെഡിറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളോ ഒക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇനി നന്നായിട്ടുള്ള ഉറക്കമാണ്. ഇമ്പ്രൂവ്ഡ് ആയിട്ടുള്ള സ്ലീപ്പ്, അതായത് 7 to 9 hours ഓഫ് സ്ലീപ്പ് നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മളെ അത് ഒരു വലിയ പരിധിയോളം ലാംഗ്വേജിങ്ങിൽ നിന്ന് പുറത്ത് കിടക്കാനായിട്ട് നമ്മളത് ഹെൽപ്പ് ചെയ്യും. ഇനി അവസാനമായിട്ട് ഇതെല്ലാം ചെയ്തിട്ടും നിങ്ങൾക്ക് പിന്നെയും ഈ ലാംഗ്വേജ് ചെയ്യുന്ന അവസ്ഥ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ സീക്ക് പ്രൊഫഷണൽ ഹെൽപ്പ്. മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലുമായിട്ട് ബന്ധപ്പെടുക. സൈക്കോളജിസ്റ്റുമായിട്ടോ അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റുകളായിട്ടോ നിങ്ങൾ ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ ഈ അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് പുറത്ത് കിടക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.